ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കും. ഇതിലാണ് പിന്നെ എക്സിറ്റ് പോളിലെല്ലാം ഉപരി LDFിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹം വെറുതെ പറയത്തില്ല, അവഗാധമായി പഠിച്ചിട്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞിട്ട് LDF വരും, UDFകാരും UDF. പക്ഷെ എൻ്റെ കണക്ക് അനുസരിച്ചും എൻ്റെ ചിന്ത അനുസരിച്ചും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ചും LDF ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വിചാരത്തെ നിങ്ങൾ വിമർശിക്കരുത്. അതെൻ്റെ ആഗ്രഹം, എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. തീർച്ചയായിട്ടും രക്ഷിക്കും. UDF ഇവിടെ ഭരണത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇടിപിടിയല്ലേ വരാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. UDF ഇവിടെ ഭരണത്തിൽ വരാൻ പോകില്ല. വന്നാൽ തന്നെയുള്ള സ്ഥിതി എന്താണ്? കലഹമല്ലേ നടക്കുന്നത്. ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്ര പേരാണ് പരസ്പരം മത്സരിക്കുന്നത്? അതിന് ഹൈക്കമാൻഡ് കയറി വിലങ്ങിടുന്നു. ഇപ്പം വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭരണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താണ്? അതെ, അവർക്ക് അക്കൗണ്ട് പറഞ്ഞാലുള്ള ദോഷം എന്താണ്? ഇന്ത്യ ഭരിക്കുന്നവരല്ലേ. ഇത് ബംഗാളിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം. അപ്പോൾ BJP അത്ര ചെറുതായി എന്തിനാണ് കാണുന്നത്? ഇന്ത്യയിൽ നിന്ന് മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ BJPയുടെ ഭരണം ഇവിടെ മോശമാണെന്നൊന്നും പറയാനൊക്കത്തില്ല ആൾ ഇന്ത്യ ബേസിസിൽ. അപ്പോൾ അവർക്കിവിടെ കുറേ സീറ്റ് കിട്ടിയാലോ അവർക്ക് അക്കൗണ്ട് തുറന്നാലോ അത് ഇവിടെ ഈ രാജ്യത്ത് വലിയ സുനാമി സംഭവിക്കുന്നതൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം സൈഡിലായിരിക്കും കൂടുതലാണ്. തിരുവനന്തപുരം ജില്ലയിലായിരിക്കും കൂടുതലും. അത് ഒന്നും സംഭവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവരിവിടെ ഉണ്ടാവുമല്ലോ. അത് മുസ്ലിം ലീഗ് പറയാമോ? അപ്പോൾ ഈ ഹൈക്കമാൻഡ് ആരാ? കോൺഗ്രസ് പറയണത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡും പറഞ്ഞാൽ അവരുടെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ പണക്കാട്ടെന്ന് പറയുന്നത് സതീശനായിരിക്കുന്നു. അപ്പോൾ ആരാണ് ഹൈക്കമാൻഡിൽ?